Inviting contestant number 11 on the ramp. താങ്ക് യു. മാതാപിതാ ഗുരു ദൈവം ഇവരെ സ്മരിച്ചുകൊണ്ടും വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യർക്കും നമസ്കാരം. ഞാൻ ദീപ്തി, ശബ്ദം കൊണ്ട് RJ ദീപ്തി, ഒരു RJ കൂടിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. നിയമത്തിൽ ബിരുദവും പത്രപ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. പല ജോലികളും ചെയ്തിട്ടുണ്ട്. അഭിഭാഷകയായി ജോലി തുടർന്ന് പല ജോലികളിൽ നിന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ സ്വപ്നമായ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ധനകാര്യ വകുപ്പിൽ ഞാൻ ജോലി ചെയ്യുന്നു. എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് അത്. മാത്രമല്ല, ഏത് സ്ത്രീകൾക്കും കഠിനാധ്വാനം, ആത്മവിശ്വാസം, സത്യസന്ധത എങ്കിലുണ്ടെങ്കിൽ ഇതൊക്കെ നേടാം എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ നാഷണൽ ഗെയിംസിൽ തന്നെ എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ പല പ്രോഗ്രാമുകളിലും എൻ്റെ ശബ്ദം അതിൽ കൂടെ മുഴങ്ങുന്നുണ്ട്. ഇന്ന് സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും. പല പെൺകുട്ടികളെയും അപകടത്തിൽ നിന്നും പല രീതിയിലും ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, എൻ്റെ ഒരു ശബ്ദം അല്ലെങ്കിൽ എൻ്റെ ഒരു ചിരി, ഒരു RJ എന്ന നിലയിൽ എനിക്ക് പലരെയും മോട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരി വരും തലമുറയ്ക്ക് എന്തും നൽകാനും എൻ്റെ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകാം എന്നുള്ള സ്വാതന്ത്ര്യവും എപ്പോഴും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നന്ദി. താങ്ക് യു. അടുത്തതായി സെൽഫ് ഇൻട്രൊഡക്ഷനായി സ്വാഗതം ചെയ്യുന്നു കണ്ടസ്റ്റന്റ് നമ്പർ 12. നമസ്കാരം, ഞാൻ സുഷ്മ രാംദാസ്. ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. ഞാൻ ഒരു പ്രൊഫഷണലി ഒരു ഫാഷൻ ഡിസൈനറാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ബിസിനസ് എൻ്റർപ്രൂണർ കൂടിയാണ്. ഞാൻ ചെറുതിലെ കുറേ ഫാഷൻ വേദികൾ വിജയിച്ചിരുന്നെങ്കിലും ചില കാരണങ്ങളാൽ എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനും സഫലമായില്ല. നമ്മുടെ ശ്രീനിയേട്ടൻ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നും പറയും പോലെ ഇതായിരിക്കും എൻ്റെ സമയം. So with full confidence and positiveness, I'm here to win this beauty pageant. Thank you. അടുത്തതായി ഇൻട്രൊഡക്ഷനായി ക്ഷണിക്കുന്നു കണ്ടസ്റ്റന്റ് നമ്പർ 13. വിജയത്തിലേക്കുള്ള എൻ്റെ നിർവചനം അതീവ ശക്തമാണെങ്കിൽ പരാജയത്തിന് എന്നെ മറികടക്കാൻ കഴിയുകയില്ല. ശക്തമായ ഒരു മനസ്സും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധമായ ഒരു ശരീരവുമുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം. നമസ്കാരം, ഞാൻ അന്ന എലിസബത്ത് സെബാസ്റ്റ്യൻ. അക്ഷരനഗരിയായ കോട്ടയം ജില്ലയിൽ ജനനം. കലാകായിക രംഗങ്ങളിൽ വളരെയധികം മികവ് പുലർത്തിയ പഠനകാലം. 8 വർഷത്തെ നീണ്ട ബിരുദാനന്തര പഠനത്തിലൂടെ BSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ്, ഡിപ്ലോമ ഇൻ ഫാഷൻ ടെക്നോളജി, MSc ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ എന്നിങ്ങനെ 4 കോഴ്സുകൾ ഞാൻ പൂർത്തീകരിച്ചു. നീണ്ട 24 വർഷത്തെ ചങ്ങനാശ്ശേരി ജീവിതത്തിന് ശേഷം വിവാഹത്തിലൂടെ തികച്ചും ഒരു കട്ടപ്പനക്കാരിയായി മാറി. ഫാഷൻ ഡിസൈനിങ് എന്ന എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനിരിക്കവേ ആദ്യ കുഞ്ഞിന് ജന്മം നൽകി. പിന്നീട് 2020 ഞാൻ എൻ്റെ സ്വപ്നത്തെ ഒരു സ്ഥാപനമാക്കി മാറ്റി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കൊറോണ പ്രതിസന്ധി കാരണം അത് താൽക്കാലികമായി അടയ്ക്കപ്പെടുകയും പിന്നീട് പൂർണ്ണമായും ഞാൻ അതിനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയും ചെയ്തു.
ഇന്ന് 3.5 വയസ്സും 1.5 വയസ്സുമുള്ള 2 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. ഒപ്പം ആൻഡ് സിഗ്നേച്ചർ എന്ന എൻ്റെ സ്വന്തം സ്ഥാപനത്തിൻ്റെയും. സ്ത്രീ ഏതു പദവി അലങ്കരിച്ചാലും അവളെ ഏറ്റവും ധന്യയാക്കുന്നത് അമ്മ എന്ന പദവിയാണ്. ഒരു അമ്മ എന്ന നിലയിൽ ദൈവം എനിക്ക് നൽകിയ 2 മക്കളെയും നല്ല മൂല്യബോധമുള്ളവരും നല്ല മനുഷ്യരും മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സുള്ളവരുമാക്കി വളർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം. ഏതെങ്കിലും ഒരു അവസരത്തിനായോ സന്ദർഭത്തിനായോ നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾക്കുള്ളതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് ആരംഭിക്കുക. അപ്പോൾ വിജയം സുനിശ്ചിതം. നന്ദി. അടുത്തതായി മിസ്സസ് കേരളയുടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ടസ്റ്റന്റ് നമ്പർ 14. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജന്മനാടായ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ നിന്നും വിവാഹിതയായി ഇന്ന് വിദേശത്ത് ഭർത്താവിൻ്റെ കൂടെ താമസിക്കവേ ഇതുപോലുള്ള അവസരങ്ങൾ വിനിയോഗിക്കണമെന്ന എൻ്റെ ഭർത്താവിൻ്റെ ഉപദേശവും അതിനുവേണ്ടി തന്ന പ്രോത്സാഹനവും സപ്പോർട്ടും എല്ലാം ഓർമ്മിക്കവേ തന്നെ ആദ്യം തന്നെ ഈ വേദി ഒരുക്കി തന്ന എസ്പാനിയോ ഇവൻസിനോടും എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്ന എൻ്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഞാൻ നന്ദി അറിയിക്കുന്നു. കേരളത്തിൻ്റെ സ്വന്തം തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് പ്രീത വേണുഗോപാൽ. ഞാനൊരു അഭിഭാഷകയാണ്. ഒരു അഭിഭാഷകൻ്റെ മകളായ ഞാൻ അതേ പാത തന്നെ പിന്തുടർന്നപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു പരിധിയിൽ വരെ എനിക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും സാധിച്ചിട്ടുണ്ട്. ഇനിയും പുതിയ അവസരങ്ങളിലേക്ക് കാൽച്ചുവട് ഉറപ്പിക്കുവാനാണ് എൻ്റെ ലക്ഷ്യം. ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരുപാട് വലിയൊരു സ്വപ്നമായിരുന്നു ഇതുപോലുള്ള ഒരു സൗന്ദര്യ മത്സരവേദിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ആയതിനാൽ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും വേണ്ടി ഇന്നീ വേദി ഞാൻ പ്രതിനിധീകരിച്ചുകൊണ്ട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. Inviting to the ramp contestant number 15. മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ സ്വപ്ന ആനന്ദ്, പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ നിന്നാണ് വരുന്നത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു വീടിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു. കൂടാതെ ഞാനൊരു ദൈവവിശ്വാസി കൂടിയാണ്. അതുകൊണ്ട് ഞാൻ നേടിയത് നേടാൻ പോകുന്നതും എൻ്റെ സ്വന്തമല്ല എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് സിനിമയിൽ അഭിനയിക്കാനായിരുന്നു ആഗ്രഹം. പിന്നെ എനിക്ക് മിസ് കേരളയിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. ഡിഗ്രി അവസാന വർഷം പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ വിവാഹം. ജീവിതയാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും അവിടെയെല്ലാം അടിപതരാതെ ഉറച്ചു നിൽക്കാൻ എനിക്ക് സാധിച്ചു. ജീവിതത്തിൽ അധികമൊന്നും നേടാൻ ആയില്ലെങ്കിലും ചെറിയ ചില നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതിലൊന്ന്, കോളേജ് പഠിക്കുന്ന സമയത്ത് മാഗസീനിൽ എൻ്റെ കവിത വന്നതും അമൃതയുടെ രുചിക്കൂട്ട എന്ന പ്രോഗ്രാമിൽ ഒരു കുക്കറി ഷോ ചെയ്യാൻ അവസരം ലഭിച്ചതും എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിനെ ഈ അവസരത്തിൽ അമൃത ടിവിയോടെ ഞാൻ നന്ദി പറയുന്നു. ജീവിതത്തിൽ ആഗ്രഹിച്ച് നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനെത്തിയത്. അതുകൂടാതെ എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു അവസരം തന്ന ദൈവത്തിനോടും അതുപോലെ തന്നെ എസ്പാനിയ ടീമിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു.
നന്ദി, നമസ്കാരം. അടുത്തതായി ഇൻട്രൊഡക്ഷനായി സ്വാഗതം ചെയ്യുന്നു കണ്ടസ്റ്റന്റ് നമ്പർ 16. ബഹുമാന്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ അപർണ എസ്. നിത്യഹരിത നഗരമായ തിരുവനന്തപുരമാണ് എൻ്റെ സ്വദേശം. മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദമാണ് എൻ്റെ വിദ്യാഭ്യാസം. IT മേഖലയിലെ ഉദ്യോഗസ്ഥയാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ നൃത്തവും സംഗീതവും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം വിവേകപരമായി ചിന്തിക്കുന്നതിലാണെന്നും മനുഷ്യത്വപരമായി പെരുമാറുന്നതിലാണെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായി ഞാൻ കരുതുന്നത് വിദ്യാഭ്യാസമാണ്. എനിക്ക് മുന്നിലുള്ള അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് പ്രതിസന്ധികളിൽ തളരാതെ, തോൽവികളിൽ പതറാതെ ഒരു പ്രേരണ ശക്തിയായി സമൂഹത്തിന് മാതൃകയായും പ്രചോദനമായും മുന്നേറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിവാഹം തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതിനായിട്ടാണ് ഞാൻ ഈ വേദി വിനിയോഗിക്കാനായി ഉദ്ദേശിക്കുന്നത്. എൻ്റെ സ്വപ്ന സാക്ഷാത്കാര വേദിയിൽ നിൽക്കുന്നതിൻ്റെ പൂർണ്ണ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്. നന്ദി, നമസ്കാരം. അടുത്തതായി നമുക്ക് പരിചയപ്പെടാം കണ്ടസ്റ്റന്റ് നമ്പർ 17. One and all present here. Daughter to her parents, a sister to her elder sibling, a wife to a Gujarati husband, a mother to a lovely son. HR by profession, hi, I am Deepa Prasannan, born in Tiruvalla, brought up in the city of dreams, Mumbai. My strength is my confidence and my weakness is I am short-tempered. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. എന്നോട് പല പേരും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഒരു പെൺകുട്ടിയായ ഇത്രയും ദേഷ്യം പാടുമോ, ഇത്രയും ദേഷ്യം പാടില്ല, ദേഷ്യം കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് വൈ? എന്തുകൊണ്ട് ഈ ചോദ്യം ഒരു ആൺകുട്ടിയോട് ചോദിക്കാറില്ല? Sad to know there is gender biasness still prevailing in the society. My parents' generation, ആ പ്രായത്തുള്ള എല്ലാ പേരും മിക്കവാറും എല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയായ അടുക്കൊതുക്കം വേണം, വീട്ടിലിരിക്കണം, വീട്ടു ജോലി ചെയ്യണം. ആൺകുട്ടിയോട് പഠിപ്പിക്കുന്നത് പുറത്തു പോയി ജോലി ചെയ്ത് പൈസ സമ്പാദിക്കണം. എന്തുകൊണ്ട്? Sad to know, but it's an age-old practice and we cannot actually blame that generation. What we can do is bring change in our generation. Here my question is, ഒരു പെൺകുട്ടിക്ക് പുറത്തു പോയി ജോലി ചെയ്ത് പൈസ സമ്പാദിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരു ആൺകുട്ടിക്ക് കിച്ചണിൽ പോയി പാചകം ചെയ്തുകൂടാ? So to bring this change, I believe everything starts right from home. And me and my husband, we are working professionals and we are doing every bit to eliminate that discrimination at home. ഞങ്ങൾ എല്ലാ കാര്യവും പങ്കിട്ടാണ് ചെയ്യുന്നത്. Be it a household chore or taking care of my son. And we want to pass on this quality to our son. He's just 3-year-old, Rihan, and he helps in everything we do. I go to cook, he helps me, and he has an Instagram account and I proudly post all his videos over there. He's serving food to us, he grooming, and everyone has asked me there as well, ഒരു ആൺകുട്ടിയായിട്ട് എന്തിനാണ് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്?
our simple thing is to just eliminate at least the gender biasness and yes, that's it. And my simple mantra that would follow is live and let live. Thank you. That was contestant number 17. Now let's have on the ramp contestant number 18. മാന്യ സദസ്സിന് വന്ദനം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി എൻ നായർ. സ്വദേശം കൊച്ചിയാണ്, ഇപ്പോൾ താമസം കാസർഗോഡ് ജില്ലയിൽ. ചെറുപ്പം മുതൽ തന്നെ എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കളാണ്. ഓരോ സ്വപ്നവും ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളാക്കി മാറ്റി. എന്നാൽ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തടസ്സമായി വന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന വിഷാദ അവസ്ഥയാണ്. കഠിനാധ്വാനത്തോടും കൂടിയും സ്വപ്രയത്നത്താലും പ്രിയ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പിന്തുണയോടും കൂടി ആ അവസ്ഥയിൽ നിന്നും കരകയറി വന്ന എനിക്ക് ഇതൊരു രണ്ടാം ജന്മം തന്നെയാണ്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനുള്ള എൻ്റെ ജന്മം. ഇന്ന് ഞാൻ സ്വന്തമായി ഒരു ഡെന്റൽ ക്ലിനിക് നടത്തി വരുന്നു. സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചിലതിൽ വിജയിക്കുകയും ചെയ്തു. ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. മിസ്സസ് കേരളയുടെ ഈ വേദി പോലും എൻ്റെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ വരുന്ന ഒരു വെല്ലുവിളി പോലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് അതിർവരമ്പുകൾ തീർക്കാൻ പാടില്ല. നാം ലക്ഷ്യത്തിലേക്ക് കുതിച്ച് ഉയരുക തന്നെ ചെയ്യണം. നന്ദി, നമസ്കാരം. പരിചയപ്പെടാം. contestant number 19. നമസ്കാരം, ഞാൻ അഞ്ജന. നല്ല പൊളപ്പൻ തിരുവനന്തപുരംകാരിയാണ്. 8 വർഷത്തോളമായി IT മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നിരുന്ന ഞാൻ ഇപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു ചെറിയ കരിയർ ബ്രേക്കിലാണ്. എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ എങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നതാണ്. പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ഒരാളുടെ ക്യാരക്ടർ, വാല്യൂസ്, എത്തിക്സ്, IQ, EQ മുതലായവ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റിംഗ് ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലാണ്. അതിന് എന്നെ സഹായിക്കുന്നത് ഒരു പക്ഷേ ഞാൻ പഠിച്ചതോ ചിന്തിച്ചതോ വായിച്ചതോ പ്രവർത്തിച്ചതോ ആയ കാര്യങ്ങളായിരിക്കില്ല. ബട്ട് ഞാൻ എന്നെ തന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഞാൻ എന്നെ തന്നെ എങ്ങനെ ക്യാരി ചെയ്യുന്നു, ഞാൻ എന്നെ തന്നെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നതാണ്. സോ ഇന്നിതാ ഈ വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ബോൾഡ്, സ്ട്രോങ്, കോൺഫിഡൻറ്റ്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫ്രീ. താങ്ക് യു. Now let's meet contestant number 20. Inviting contestant number 20. മാന്യ സദസ്സിന് നമസ്കാരം. സ്വന്തം വ്യക്തിത്വം മറച്ചുവെക്കാതെ അവളായി തന്നെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാൻ ശ്വേത പ്രണവ്. തെയ്യങ്ങളുടെയും തിറകളുടെയും നാടായ കണ്ണൂരാണ് ജനിച്ചു വളർന്നത്. ഹ്യൂമൻ റിസോഴ്സിൽ ബിരുദാനന്ദ ബിരുദം ആണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഓഫീസറായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്നു. കൂടാതെ ലേബിൾ സ്വേച്ഛ എന്ന ഓൺലൈൻ ബിസിനസ്സിൻ്റെ സംരംഭക കൂടിയാണ്. ഈ സമൂഹത്തിലെ സ്ത്രീകൾക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്നാൽ, നിങ്ങൾക്ക് സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ അത് മുറുകെ പിടിക്കുക.
ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ളവയല്ല, മറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ കയ്യൊപ്പ്. അതിനുവേണ്ടി പ്രയത്നിക്കുക. സ്വന്തം സ്വപ്നങ്ങൾ സഫലീകരിക്കപ്പെടാതെ പോയ സ്ത്രീകൾക്ക് എന്നിലൂടെ ഒരു പ്രചോദനമാവുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വേദി അതിനായി വിനിയോഗിക്കട്ടെ. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് ദൃഢമായ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വേദി ഒരുക്കിത്തന്ന എസ്പാനിയോ ഇവൻസിനും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. Contestant number 21. നമ്മുടെ മനസ്സിന് എന്താണോ സന്തോഷം തോന്നുന്നത്, എന്താണോ ശരിയെന്ന് തോന്നുന്നത്, അത് തന്നെ ചെയ്യുക. നമസ്കാരം ആലപ്പുഴ. ഗുഡ് ആഫ്റ്റർനൂൺ ജഡ്ജസ്, ഗുഡ് ആഫ്റ്റർനൂൺ വൺ ആൻഡ് ഓൾ പ്രസന്റ് ഓവർ ഹിയർ. ഞാൻ സരിത, ആലപ്പുഴയാണ് സ്വദേശം. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്, നിത കൺസ്ട്രക്ഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ഏതൊരു സ്ത്രീയെ പോലെയും ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താണ് ഇന്ന് ഈ ലോകത്ത് ഞാൻ എത്തിച്ചേർന്നത്. ജീവിതം എന്നെ താഴ്ത്തിയപ്പോഴൊക്കെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുകയാണ് ഞാൻ ചെയ്തത്. എപ്പോഴും ആരോഗ്യത്തോടെ നിൽക്കുവാനും സ്വന്തം യൗവനം കാത്തു സൂക്ഷിക്കുവാനും കുട്ടിത്തമുള്ളൊരു മനസ്സ് കൊണ്ടു നടക്കുവാനും ഞാൻ ഏറെ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിലല്ല, എൻ്റെ മനസ്സിന് എന്താണോ ഇഷ്ടം, എന്താണോ സന്തോഷം എന്ന് ചിന്തിച്ച് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്നു. എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാനും എൻ്റെ ഔദ്യോഗിക ജീവിതവും എൻ്റെ വ്യക്തി ജീവിതത്തിലും ഞാൻ ഏറെ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ സൗന്ദര്യവും ധൈര്യവും എൻ്റെ ആത്മവിശ്വാസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതൊരു സ്ത്രീയുടെയും വിജയം അവളുടെ അടിയുറച്ച ആത്മവിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ ആത്മവിശ്വാസത്തിൽ നിങ്ങൾക്ക് ഏവർക്കും മുന്നിൽ ഇന്ന് ഞാൻ നിൽക്കുന്നു. നന്ദി, നമസ്കാരം. Inviting to the stage of Mrs. Kerala, contestant number 22. നമസ്കാരം, എൻ്റെ പേര് അഞ്ജു ചെറിയാൻ. ആമുഖങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത കൊച്ചിയാണ് എൻ്റെ നാട്. 2008 MTech കംപ്ലീറ്റ് ചെയ്തു. സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് പഠിച്ചത്. അതിനുശേഷം മുംബൈയിൽ ഒരു MNCയിൽ 14 വർഷമായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ സെറ്റിൽഡാണ്. കുറേ ഇഷ്ടങ്ങളുണ്ട് എനിക്ക്. വായന, യോഗ, കുക്കിംഗ്, ബേക്കിംഗ്, ഡ്രൈവിംഗ്, കാർ, ബുള്ളറ്റ് ബൈക്ക്, കുക്കിംഗ്, ബാഡ്മിൻ്റൺ, ചെസ്, അങ്ങനെ കുറേ. സ്ത്രീകളെ കഴിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും പരിശുദ്ധിയുടെ ഒക്കെ അളവ് ത്രാസിൽ എപ്പോഴും എല്ലായ്പ്പോഴും വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിചാരണകളൊന്നും നമ്മളെ ബാധിക്കാതെ നമ്മുടെ ഭീതിയെ മറികടന്ന് ഇഷ്ടങ്ങളെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ നമ്മളായി ജീവിക്കുന്നത്. എൻ്റെ ലൈഫിലെ മന്ത്രം ഭയങ്കര സിമ്പിളാണ്. അഞ്ജു, ഇഫ് യു കനോട്ട് ഡു ഇറ്റ് ദെൻ ഹൂ ക്യാൻ? നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്ക്? താങ്ക് യു ഓൾ സോ മച്ച്. വൺസ് അഗെയിൻ ഹാവ് എ ഗ്രേറ്റ് ഡേ.